ഇന്നൊരു പനീർ ബട്ടർ മസാല തയ്യാറാക്കിയാലോ? അതിനായി ഒരു പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് പനീർ ചേർത്തൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് ബട്ടർ ചേർത്ത് അതിലേക്ക് ഏലക്ക, പെരിഞ്ചീരകം, ഗ്രാമ്പൂ, പട്ട, 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് സവാളയും പച്ചമുളകും തക്കാളിയും ആവശ്യത്തിനൊപ്പം ചേർത്തൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി പൊടികൾ ചേർക്കാം. അതിനായി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് വേവിക്കാം. ഒന്ന് ആറി വന്ന ശേഷം കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് നന്നായി നരച്ചെടുക്കാം. ഇനി പാനിലേക്ക് ബട്ടർ ചേർത്ത് അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാളയും ക്യാപ്സിക്കവും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് അരച്ചു വെച്ച പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. കൂടെ ഒരൽപ്പം കസൂരി മേത്തി കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരൽപ്പം മല്ലിയിലയും ബട്ടറും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി.